അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടു. അങ്ങനെ CMRL എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ ഇൻകം ടാക്സ് വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ നിങ്ങൾ പറയുന്ന രീതിയിൽ ഒരു ചർച്ചയിലൂടെ തീർക്കാമെന്ന് എഴുതി കൊടുക്കുന്നു. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അത് പ്രകാരം എഴുതി കൊടുക്കുന്നതിന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരും CMRL ഉദ്യോഗസ്ഥന്മാരും കൂടിയിരിക്കുന്ന ഘട്ടത്തിൽ CMRL ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്ന ആരാണ്? നികുതി വെട്ടിപ്പിന് ആരോപണ വിധേയരായവർ. മറ്റവരാരാണ്? അത് കണ്ടുപിടിച്ച ആളുകൾ. ഈ കാര്യം തീർപ്പാക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ എഴുതി തരണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ടാൽ അങ്ങനെ ചില ഉദ്യോഗസ്ഥന്മാർ CMRL ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്നു. എഴുതി കൊടുക്കുന്നത് വെച്ചിട്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വീണ വിജയനോട് ചോദിക്കാതെ, കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കാതെ, മുഖ്യമന്ത്രിയുടെ പേര് ചേർത്തുകൊണ്ട് വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഇത് നിങ്ങളോട് CMRL പറഞ്ഞതാണോ ശ്രീ അനിൽകുമാർ? ഗവൺമെന്റിനെ ഇടതുപക്ഷത്തോട് പറഞ്ഞ കാര്യമാണോ ഇത്? പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന BJP. CMRL ഉദ്യോഗസ്ഥർ CPM-നെ അറിയിച്ച കാര്യമാണോ ഇത്? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ആണോ? CMRL ഉദ്യോഗസ്ഥർ CPM-നെ അറിയിച്ചതാണോ ഇക്കാര്യം? പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വേട്ടയാണ് മുഖ്യമന്ത്രിക്കെതിരെ. CMRL CPM-നെ അറിയിച്ചതാണോ ഇക്കാര്യം? അവിടെ ചെന്നപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ എഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു, അതിനെ തുടർന്ന് എഴുതി കൊടുത്തതാണ് എന്ന് CMRL അറിയിച്ചതാണോ CPM-നെ? ഇതൊരു നടക്ക് പോണ മാതിരില്ല. അവിടെ മനസ്സിലാക്കണം എന്ത് വേണം? സാമാന്യ ബുദ്ധി വേണം. സാമാന്യ ബുദ്ധി അവിടെ ഇരിക്കട്ടെ. സാമാന്യ ബുദ്ധി കൊണ്ട് ഉത്തരം കിട്ടുന്ന ഒന്നും നമ്മുടെ മുന്നിൽ ഇപ്പോൾ കുറച്ച് ദിവസമായി ഇല്ല. താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആരോപണത്തിന്റെ അടിസ്ഥാനമാണ് ഞാൻ ചോദിക്കുന്നത്. CMRL CPM-നെ അറിയിച്ചതാണോ? രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇങ്ങനെ മൊഴി കൊടുത്തതാണെന്ന് CMRL കമ്പനി ഉദ്യോഗസ്ഥർ CPM-നോട് പറഞ്ഞോ? ഇനി ഈ ചോദ്യം മൂന്നാമത്തെ തവണയാണ് ചോദിക്കുന്നത്. ഇനി ചോദിച്ചാൽ നമ്മുടെ പരിപാടി നടക്കൂലെന്ന് ഞാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ, കരഞ്ഞ് ഞാൻ കാല് പിടിക്കേണ്ടി വരും. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. താങ്കൾ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടിപ്പിക്കുന്നത് ശ്രീ അനിൽകുമാർ? താങ്കൾ പുതിയ വാദങ്ങൾ ഉന്നയിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ നമ്മൾ ചോദിക്കുന്നു. അങ്ങനെയല്ലേ പറ്റൂ? ഞാൻ ഉന്നയിക്കുന്ന കാര്യം എന്റെ പാർട്ടിയുടെ ബോധ്യമാണ്. എന്റെ പാർട്ടിയുടെ ബോധ്യം CMRL പറയേണ്ട ബോധ്യമല്ല. CMRL-ന് അങ്ങനെ ഒരു പരാതി ഉണ്ടോ? നിങ്ങൾ നടത്തും, നിങ്ങൾ നടത്തി. ഞാനല്ല. ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല. പരിപാടിയില്ല. ഇല്ല പരിപാടിക്കില്ല. കഞ്ഞികള് ആഹാ ഞാൻ കാണിച്ചു തരാം.